പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ISL 11ാം സീസണിലെ പ്ലേ ഓഫ് മത്സരത്തിലെ രണ്ടാം മത്സരം ഇന്നായിരുന്നു നടന്നത്. ഇന്നലത്തെ മത്സരത്തിൽ ബംഗളൂരു FC വിജയിച്ചുകൊണ്ട് അവർ സെമി ഫൈനലിലേക്ക് മുന്നേറിയിരുന്നു. സെമി ഫൈനലിൽ FC ഗോവയാണ് ബംഗളൂരു FCയുടെ എതിരാളിയായിട്ട് വരുന്നത്. എന്നാൽ ഇന്നത്തെ രണ്ടാം പ്ലേ ഓഫ് മത്സരത്തിൽ ജംഷഡ്പൂർ FCയും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമായിരുന്നു നടന്നത്. നോർത്ത് ഈസ്റ്റിന്റെ ഹോം മത്സരമായിരുന്നു ഇന്ന് നടന്നത്. എന്നാൽ ഇപ്പോൾ ജംഷഡ്പൂർ ഇപ്പോൾ നോർത്ത് ഈസ്റ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ സെമിയിലേക്ക് മുന്നേറിയിരിക്കുകയാണ്. ജംഷഡ്പൂരിന്റെ സെമി ഫൈനലിലെ എതിരാളികളെന്ന് പറയുന്നത് അത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആയിരിക്കും. രണ്ടാം സെമി ഫൈനലിലായിരിക്കും അവർ ഏറ്റുമുട്ടുക. ആദ്യ സെമി ഫൈനലിൽ ഏറ്റുമുട്ടുക ബംഗളൂരുവും അതുപോലെ തന്നെ FC ഗോവയുമായിരിക്കും. സെമിയിൽ ഏറ്റുമുട്ടുക മോഹൻ ബഗാനും അതുപോലെ തന്നെ ജംഷഡ്പൂർ FCയുമായിരിക്കും. ഇന്നത്തെ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഇന്നത്തെ മത്സരത്തിൽ ഇപ്പോൾ ജംഷഡ്പൂർ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റീഫൻ എസയും അതുപോലെ തന്നെ ജാവി ഹെർണാണ്ടസുമാണ് ഇന്നത്തെ മത്സരത്തിൽ ജംഷഡ്പൂരിനായി വലകുലുക്കിയത്. കൂടാതെ ജാവി ഹെർണാണ്ടസ് അവസാന സെക്കൻഡിലാണ് ഇന്നത്തെ മത്സരത്തിൽ ഗോൾ നേടിയെന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. കൂടാതെ ഇന്നത്തെ മത്സരത്തിൽ നാടകീയമായ ചില സംഭവങ്ങളും അരങ്ങേറിയെന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 3 റെഡ് കാർഡുകളാണ് ഇന്നത്തെ മത്സരത്തിൽ വഴങ്ങിയതെന്നും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഒരു താരത്തിനും അതുപോലെ തന്നെ 2 സഹപരിശീലകന്മാരുമൊക്കെ ഇന്ന് റെഡ് കാർഡ് വാങ്ങിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ 3 റെഡ് കാർഡ് ഇന്നത്തെ മത്സരത്തിൽ വഴങ്ങുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. കൂടാതെ കോച്ചുമാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അടിയുണ്ടാക്കുന്ന കാഴ്ചയും നമുക്ക് ഇന്നത്തെ മത്സരത്തിൽ കാണാനായിട്ട് സാധിച്ചിരുന്നു. നാടകീയമായ ഒരു മത്സരം ഇന്ന് അവസാനിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഒടുവിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് വിജയിച്ചുകൊണ്ട് ജംഷഡ്പൂർ FC ഇപ്പോൾ ISLന്റെ സെമി ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുകയാണ്. എന്തായാലും ഇതിനു മുമ്പ് ജംഷഡ്പൂർ FC ISLന്റെ സെമി ഫൈനൽ കളിച്ചത് 2021 അത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായിരുന്നു. എന്നാൽ സെമി ഫൈനലിൽ അവർ പരാജയപ്പെടുകയാണ് ചെയ്തിരുന്നത്. എന്നാലും ഇപ്പോൾ അവർ വീണ്ടും സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. സെമി ഫൈനലിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആയിരിക്കും അവരുടെ എതിരാളികളായിട്ട് വരുന്നത്.